Hello all my dears, welcome back to your YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ്. ഈ ഒരു സന്തോഷ നിമിഷം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അതിനെക്കാട്ടിലുപരി എനിക്ക് സന്തോഷം തോന്നിയത് നേരത്തെ എൻ്റെ ഒരു ചാനൽ അത് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റീഡിങ്ങിന് വേണ്ടി തന്നെ എത്രത്തോളം ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുണ്ട്. അപ്പോൾ എൻ്റെ ഈ പുതിയൊരു ചാനൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റില്ല, പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അപ്പോൾ അവർക്ക് ഇത് എത്തിയതിനാലും അല്ലെങ്കിൽ അവരെ മുൻപിലേക്ക് യൂണിവേഴ്സായിട്ട് എത്തിച്ചു കൊടുത്തതിനാലും വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് പേര് എൻ്റെ പുതിയൊരു ചാനൽ പഴയ സബ്സ്ക്രൈബേഴ്സ് തന്നെ കണ്ടിട്ട് അവർ ഇതാണോ ചാനൽ, അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ അടുത്ത് വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. പുതിയതായിട്ട് ചാനൽ കണ്ടുകൂടിയവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മളുടെ എന്തായാലും ഇന്നത്തെ റീഡിങ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്കായിട്ട് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാം. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. നെഗറ്റീവ് മൈൻഡോടുകൂടി ഈ ഒരു റീഡിംഗ് ആരും തന്നെ കാണാണ്ടിരിക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. Universe, please guide us. ഓക്കെ, അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് ഈ ഒരു സമയത്ത് എന്ത് തീരുമാനം എടുത്തിരിക്കുന്നു? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആൻഡ് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ ഹെർമിറ്റ് എന്ന് പറയുന്ന ആ ഒരു എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്ത് എന്താണ് തീരുമാനമെടുത്തത് എന്നൊരു റീഡിങ് നോക്കുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ സ്വഭാവങ്ങളെ ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വിലയിരുത്തുന്നതെന്നാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളിപ്പം കുറച്ച് ദേഷ്യത്തിലാണ്. ആ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വളരെയധികം ദേഷ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം പക്ഷെ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും അവരുടെ ഏതൊരു നിമിഷത്തിലും അതൊരു സന്തോഷ നിമിഷമായിക്കോട്ടെ, സങ്കടപരമായിട്ടുള്ളൊരു നിമിഷമായിക്കോട്ടെ, ഏതൊരു നിമിഷത്തിലും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യം. കാരണം അവരുടെ നല്ല കാലമായിക്കോട്ടെ, അതിപ്പം ചീത്ത കാലമായിക്കോട്ടെ, ഏത് കാലത്തിലും അവരോടൊപ്പം ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസപരമായിട്ട് നിൽക്കാൻ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു മനസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ്. അതൊരിക്കലും മറ്റൊരു വ്യക്തിയെ ആ ഒരു സ്ഥാനത്തേക്ക് ഈ വ്യക്തിക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം അത്രത്തോളം വിശ്വാസം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്.
അപ്പം നിങ്ങളിപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം പിടിച്ച് നിൽക്കുന്നത്? പക്ഷെ നിങ്ങളുടെ മനസ്സ് നോക്കുമ്പം പുറമേ നിന്ന് ഭയങ്കര കരിങ്കല്ലായിട്ടാണെങ്കിലും അകമേന്ന് ചുട്ട് നീറുന്ന ഒരു വേദന, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടും സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന പോലെ, അതായത് വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി വളരെയധികം എന്താ പറയുക, നിങ്ങൾ ആ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം പോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണ് പക്ഷെ പെട്ടെന്നൊരു മാറ്റം ഒരു ദിവസം സംഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര മനോവിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന ആ ഒരു വേദന ഈ വ്യക്തിയുടെ പ്രവണതയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഏത് കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുവാൻ നേരത്തും ഈ വ്യക്തി എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഈ വ്യക്തി മാറിപ്പോയല്ലോ, എന്നെ പഴയതുപോലെ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും 24 hours നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഓടിയെത്തുന്ന കാര്യമാണ്. അതായത് നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു വ്യക്തി മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല. കാരണം അങ്ങനെയല്ല ഇനി ഈ ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഓൾറെഡി അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്നെ വേണ്ടെങ്കിൽ അവർ മാറി നിന്നോട്ടെ, അല്ലെ അവരുടെ ഇഷ്ടം എന്താണോ അതിൽ അവർ നിന്നോട്ടെ. അത് നിങ്ങൾ അവരുടെ ജീവിതം അവർക്കായിട്ട് തന്നെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളവിടെ ഒരു ബാധ്യതയായിട്ട് കഴിയണ്ട എന്നുള്ളൊരു തരത്തിൽ നിങ്ങൾ തന്നെ ഓൾറെഡി ആ തീരുമാനം എടുത്ത് മാറുവാണ്. അതാണ് ഈ ഒരു പേഴ്സണ് വളരെയധികം ബുദ്ധിമുട്ടാകുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണ് കൺകെട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് കൺകെട്ടെന്ന് പറയുമ്പോൾ മേ ബി ഈ ഒരു പേഴ്സണ് മറ്റാരെങ്കിലും ഈ വ്യക്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആരോ ഒരു വ്യക്തി, ആ തേർഡ് പേഴ്സൺ ആണ്, നമ്മളല്ലാതെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ അറിയില്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഈ പേഴ്സണെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തി. ഇതിൻ്റെ അകത്ത് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു കണ്ണ് ഒരു സമയമായപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ സ്നേഹം ഈ ഒരു വ്യക്തിക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്കിപ്പോഴും അറിയില്ല അതെന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു പേഴ്സണ് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്ന്. അതായത് ഈ വ്യക്തിയുടെ ഒരു അസാന്നിധ്യം, അല്ലെങ്കിൽ ഈ വ്യക്തി കുറച്ച് നാൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടായിരുന്നത് മനഃപൂർവ്വം ഒരു അവഗണനയാണ്. ആ പേഴ്സണ് എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് അവരുടെ ജീവിതമല്ലേ, അതവർ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അവരിതൊക്കെ മനസ്സിലാക്കുന്നൊരു കാലം വരുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അപ്പം നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിലവിലത്തെ ഒരവസ്ഥയിൽ ഈ ഒരു പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറിപ്പോയത്. അവിടെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടല്ല കുറച്ച് നാളുകളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതെന്ന് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഇടയ്ക്കുള്ള ഒരു സമയങ്ങളിൽ മൈൻഡ് കൺവേർട്ടായി പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഈ വ്യക്തി ഇപ്പം ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ആത്മീയപരമായിട്ടുള്ളൊരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഏർപ്പെടുന്നു. അതായത് സത്യത്തിൽ ഈ ഒരു പേഴ്സൺ ആത്മീയപരമായിട്ടെന്ന് പറയുമ്പം ആ ഒരു സ്വയമേ ഒരു കൺട്രോളിങ്ങും, സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളൊരു കൺട്രോളിങ്ങും, അതുപോലെ തന്നെ കൂടുതലായിട്ടും യൂണിവേഴ്സൽ മെസ്സേജസ് ഈ ഒരു വ്യക്തി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. കാരണം ഇതിനെല്ലാം ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിച്ചേ മതിയാകുള്ളൂ. അപ്പം ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും യൂണിവേഴ്സിൽ ആ ഒരു മെസ്സേജസ് നോക്കുന്നത് മൂലമാണ് ഈ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്,
പക്ഷെ പുറമേ നിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് നിങ്ങൾ. ആ ഒരു ദേഷ്യം എങ്ങനെയെങ്കിലും ശമിപ്പിക്കണം എന്നുള്ളൊരു തരത്തിലുള്ള ഒരു തീരുമാനത്തിലുമാണ് ആ വ്യക്തി എത്തിയിട്ടുള്ളത്. അത് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു തെറ്റ് കാരണമാണ് അവൾ അല്ലെങ്കിൽ അവൻ അങ്ങനെ എന്നോടിപ്പോൾ പെരുമാറാൻ കാരണം എന്ന് ഈ ഒരു വ്യക്തി ആത്മീയപരമായിട്ടെല്ലാം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾ ലഭിക്കുന്നത് യൂണിവേഴ്സിൽ നിന്ന് തന്നെയാണ്. കാരണം യൂണിവേഴ്സ് പറഞ്ഞു കൊടുക്കുവാണ് ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത്. ഒരു സമയത്ത് അവർക്ക് കൺകെട്ടായിരുന്നു. ആ കൺകെട്ട് ഈ വ്യക്തി സ്വയമേ ഇപ്പം അത് തിരിച്ചറിയുകയാണ്. ആരാണ് കൺകെട്ടിയത് അല്ലെങ്കിൽ എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ യൂണിവേഴ്സിൽ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിശ്വാസപരമായിട്ടെല്ലാം തന്നെ ഈ വ്യക്തി വളരെയധികം ആ ഒരു കാര്യത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് അതിലേക്ക് പൂർണ്ണമായിട്ടും, അതായത് ആ ഒരു ആത്മീയപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത മാത്രമല്ല ഉള്ളത്. ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ധ്യാനം അല്ലെങ്കിൽ സന്യാസ ജീവിതം പോലെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും വിശ്വാസപരമായിട്ട് നമ്മൾ ആത്മീയപരമായിട്ടും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ സകല കാര്യങ്ങളും ത്യജിച്ച്, അതായത് ഒരു സന്യാസ ജീവിതം എന്ന് പറയുമ്പം വേണ്ടപ്പെട്ടവരെയും എല്ലാം ത്യജിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, ആഹാരം പോലും ശരിക്കും അവർക്ക് എന്താ പറയുക അവർക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സന്യാസ ജീവിതം എന്ന് പറയുമ്പോൾ മൊത്തം നമ്മളതിൽ സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി ആ ഒരു ജപത്തിലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ആത്മീയപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ വളരെയധികം ലയിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് കൂടുതലായിട്ടും പോയിട്ടില്ല. ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും യൂണിവേഴ്സിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ തനിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ഉത്തരം തേടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം പല ആൾക്കാരും ഇങ്ങനെ ആത്മീയപരമായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ മറക്കുന്നുള്ള കാര്യം. പക്ഷെ അതിലേക്ക് ഈ ഒരു പേഴ്സൺ പോയിട്ടില്ല. പകരം ഈ വ്യക്തി പോയിട്ടുള്ളതെന്ന് പറയുന്നത് നിലവിൽ ആ ഒരു പേഴ്സണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യങ്ങളുടെ ആ ഒരു ഇതിലാണ്. കാരണം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടില്ല. കാരണം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ മാറി നിന്നിട്ടുണ്ടായിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയത്തില്ല. അതാണ് ഇവിടെ മെയിനായിട്ടും ഈ വ്യക്തി യൂണിവേഴ്സിനോട് തന്നെ ആ ഒരു ഭഗവാനോട് എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചോദിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പം പല ഉത്തരങ്ങളും ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ നിന്നും അത് കൺവേർട്ടായിട്ട് ഇപ്പം അത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഒരു പേഴ്സണ് ആ ഒരു ദൈവം അതെല്ലാം കാണിച്ചു കൊടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് കൂടുതലായിട്ടും പ്രാർത്ഥനകൾ നിങ്ങളെ നേടണമെങ്കിൽ ആ വ്യക്തി കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. കാരണം നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് വന്നത്. അല്ലെങ്കിൽ അവർ വേണുമ്പോൾ വരും വേണുമ്പോൾ പോകും എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു വിശ്വാസം വരില്ല. പകരം അവർ വിചാരിച്ചിരിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞ് അവർ കൂടുതലായിട്ടും മാനിഫെസ്റ്റേഷൻസും മെഡിറ്റേഷൻസും ചെയ്യുന്നത് വഴി നിങ്ങൾക്കത് കൂടുതലായിട്ടും ഇവരുടെ അവസ്ഥകൾ മനസ്സിലാവുകയും ഇവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളൊരു വഴികൾ നിങ്ങൾക്ക് സ്വയമേ യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ 111 അതുപോലെ 1010 അതുപോലെ തന്നെ എന്താ പറയുക 333 അപ്പോൾ അങ്ങനെയുള്ള പല ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഈ വ്യക്തി കഠിന പ്രയത്നത്തിലാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്കായിട്ട് എന്ത് തീരുമാനമെടുത്തു എന്ന് ചോദിച്ചാൽ അവർ കൂടുതലായിട്ടും
നിങ്ങളെ നേരിട്ടുള്ള ഒരു സന്ദർശനത്തിലൂടെ അതിനേക്കാട്ടിലുപരി നിങ്ങൾക്ക് ആ ഒരു ആത്മീയപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ വ്യക്തി പ്രയത്നിക്കുന്നു. അതുപോലെ നിങ്ങളുടെ മനസ്സ് മാറാൻ വേണ്ടി ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഇന്നത്തെ ഈ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. തുടർന്ന് നമ്മൾ മുൻപോട്ടുള്ള കാലങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അപ്പോൾ ബൈ ബൈ.